life, every day, late at night, not okay. All I want, and I pray, all I need are some better days. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് കൊല്ലം കൊട്ടിയമാണ് കേട്ടോ. അടിപൊളി ലാബ് പപ്പീസിനെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിലൂടെ കാണിച്ചു തരാനായിട്ട് വന്നത്. അപ്പൊ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഫുൾ വീഡിയോ കാണുക. ലാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങും. ഇൻ കേസ് ഇപ്പൊ നിങ്ങളെ വീട്ടിലെ ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിലും അവരുമായിട്ട് ഈസിലി ഇണങ്ങും. സോ ഇതെന്ന് പറയുന്ന ഒരു പെറ്റ് ഡോഗാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഗാർഡിങ്ങിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും ലാബ് പറ്റില്ല. വീട്ടിലുള്ള കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന ഒരു ബ്രീഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അടിപൊളി കമ്പാനിയനാണ്. അപ്പൊ ഇതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പപ്പീസ്. അപ്പൊ ലാബിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് വരുന്നുണ്ട്, ഓഫ് വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക് വരുന്നുണ്ട്, ചോക്ലേറ്റ് കളർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് വൈറ്റ്, ഓഫ് വൈറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ലാബ് പപ്പീസിനാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ കാണുന്ന ലാബ് പപ്പീസിന് വെറും 25 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നോക്കി നല്ല ഹെഡ് സൈസും നല്ല പോ സൈസും ആണ് കേട്ടോ. അപ്പൊ 25 ദിവസം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഫാദറും മദറും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇപ്പൊ പപ്പീസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ഡീ വോമിങ്ങിനെ കുറിച്ചുള്ള കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡീ വോമിങ്, അതായത് നമ്മൾ വിര കളയുന്നതെന്ന് പറയുന്നത് 15ാമത്തെ ദിവസം ആകുമ്പോഴാണ്. ഇപ്പൊ ഇവർക്ക് ഓൾറെഡി നമ്മൾ വിരയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഡീ വോമിങ് വരുന്നത് 30ാമത്തെ ദിവസം ആകുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ വാക്സിൻ, ഫസ്റ്റ് വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഫസ്റ്റ് വാക്സിൻ എന്ന് പറയുന്നത് 45ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ വിരയും കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വാക്സിൻ എടുക്കേണ്ടത്. 50ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വാക്സിൻ എടുത്താൽ മതി. അതാണ് പപ്പിയുടെ ഹെൽത്തിന് നല്ലത്. നേരത്തെ കൂട്ടി നിങ്ങൾ പോയി വാക്സിൻ എടുക്കരുത്. 50ാമത്തെയൊക്കെ ദിവസം ആകുമ്പോൾ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, വിരയൊക്കെ കളഞ്ഞതിന് ശേഷം. പിന്നീടുള്ള വാക്സിനും ഡീറ്റെയിൽസും ഒക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടർ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നേരത്തെ കണ്ടത് നിങ്ങൾ വൈറ്റ് ആണെങ്കിൽ ഇപ്പൊ ഈ കാണുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല പ്യുവർ ബ്ലാക്ക് ആണ്, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ലാബിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് കാനഡയിലാണ് വരുന്നത്. അപ്പം ഇവരിപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡാണ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡ് ആണെങ്കിൽ പോലും ഇവരെയും ഇപ്പൊ ഈ പറയുന്നത് പോലെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ സർവീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫോഴ്സുകളിലൊക്കെ നമുക്ക് ഈ ഒരു ലാബിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഓരോന്നൊക്കെ കണ്ടുപിടിക്കാൻ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ട്രെയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഇവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. കാര്യം ഇവരെ ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇവർ ലാബ് എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നമുക്ക് ഇവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ കുറെ പേർക്കുള്ള ഡൗട്ടാണ് ഇവർക്ക് എന്ത് സപ്ലിമെന്റ്സ് കൊടുക്കണം എന്നുള്ളത്. നമുക്ക് ഇപ്പം ഇവരുടെ ആ ഒരു നീഡിനനുസരിച്ചുള്ള സപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നിങ്ങളിപ്പം റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോകുമല്ലോ ഹോസ്പിറ്റലിൽ. അങ്ങനെ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടർ പറയും ഓരോ ഏജിൽ ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് കാൽഷ്യം, അയൺ, വിറ്റമിൻ, അങ്ങനെ പല സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. അവരുടെ നീഡ് അനുസരിച്ച് വേണം ഡോക്ടർ പറയുന്ന അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് വെറും 25 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പൊ തന്നെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പൊ പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് കൊടുത്തു തുടങ്ങും. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, പേരൻസിനൊക്കെ ഹെവി ക്വാളിറ്റിയാണ്. വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ലേഡീസിനൊക്കെ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ലാബ് എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈസിലി ഇവരെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നാൾ നമുക്ക് മദേഴ്സ് മിൽക്ക് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ആയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നമുക്ക് ഹോംലി ഫുഡൊക്കെ കൊടുത്തു തുടങ്ങാനായിട്ട് പറ്റും. അതായത് വീട്ടിലെ ആഹാരം തന്നെ കൊടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിക്കൻ്റെ എല്ല് കാര്യങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾ മീൻ കൊടുക്കുവാണെങ്കിൽ മീനിൻ്റെ മുള്ള് കാര്യങ്ങളൊന്നും കൊടുക്കരുത്, ഫ്ലഷ് മാത്രം വേണം കൊടുക്കുക. പിന്നെ അത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വേണം ഈ ചിക്കനും കാര്യങ്ങളൊക്കെ വേവിച്ച് കൊടുക്കാനായിട്ട്. വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേണം വേവിച്ച് കൊടുക്കാൻ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് മദർ ഡോഗ്. മദർ ഡോഗ് ബ്ലാക്ക് കളറാണ് വരുന്നത്, ഫാദറാണ് വൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ബ്ലാക്ക് പപ്പീസും വൈറ്റ് പപ്പീസും ഉള്ളത്. അപ്പം മദറിനെ തന്നെ നിങ്ങൾ കണ്ടില്ല, ഇപ്പം ഡെലിവറി കഴിഞ്ഞതേ ഉള്ളെങ്കിൽ പോലും മദർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. പിന്നെ ലാബ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രൈവർ, അതായത് ഹെയറി ബ്രീഡ്സിനെ പോലെ വലുതായിട്ടുള്ള ഗ്രൂമിങ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ചെറിയ രീതിയിലുള്ള കെയറും ഗ്രൂമിങ്ങും ഒക്കെ ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഇവരെ ഹാൻഡിൽ ചെയ്യാനും വളർത്താനും പറ്റും.
ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവരെ നല്ലതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഇവർ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ നല്ല ഫുഡിയാണ്. അപ്പൊ നമ്മൾ ആഹാരം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അതിനനുസരിച്ചുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവർ ഓവർ വെയിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സസൈസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ കുട്ടികൾക്കൊക്കെ നല്ല കമ്പാനിയൻ ആണ്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര ലോയൽ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇവരെ സ്നേഹിക്കുകയാണെങ്കിൽ ശരിക്കും ചങ്ക് പറിച്ച് തരുമെന്നൊക്കെ പറയുമല്ലോ, അത്രയ്ക്ക് ഭയങ്കര സ്നേഹമുള്ള ബ്രീഡ്സ് ആണ് ലാബ്. കാരണം നിങ്ങൾ ചാർലി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിനകത്ത് വരുന്ന ബ്രീഡാണ് ഈ പറയുന്ന ലാബ്. അപ്പൊ അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഓണറും ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നവർ എന്തായാലും ഇവരെ നല്ലതുപോലെ തന്നെ നോക്കുക കേട്ടോ. നല്ലതുപോലെ നോക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ കാണുന്ന ലാബ് പപ്പീസിനെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഫിക്സഡ് റേറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം പേരൻസിന്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. അതായത് 6000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള ലാബ് പപ്പീസ് ഉണ്ട്. അത് ഈ പേരൻസിന്റെ ക്വാളിറ്റിയും ലൈൻസും പിന്നെ സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു റേറ്റിൽ വേരിയേഷൻ വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കണക്ട് ചെയ്യുക. ഏത് ക്വാളിറ്റിയിലുള്ള ലാബ് പപ്പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ വാങ്ങിക്കാനായിട്ട് പറ്റും.